ഇടുക്കി തൊടുപുഴയിലെ മുൻ കാറ്ററിംഗ് സർവീസ് ഉടമ ബിജു ജോസഫിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ പ്രതികൾ ഉപയോഗിച്ച വാഹനം കണ്ടെത്തിയിരിക്കുന്നു. കേസിലെ ഒന്നാം പ്രതി ജോമോന്റെ സുഹൃത്തിന്റെ വീട്ടിലാണ് വാഹനം സൂക്ഷിച്ചിരുന്നത്. വാഹനത്തിൽ ഫോറൻസിക് വിദഗ്ധർ നടത്തിയ പരിശോധനയിൽ രക്തക്കറ കണ്ടെടുത്തു. ബിജുവിന്റെ സ്കൂട്ടർ കൊച്ചിയിൽ നിന്നും കണ്ടെത്തി. കലയന്താനി കുറിച്ചിപ്പാടത്തുള്ള ജോമോന്റെ സുഹൃത്ത് സിജോയുടെ വാഹനത്തിലായിരുന്നു ബിജുവിനെ തട്ടിക്കൊണ്ടുപോകാനായി പ്രതികൾ ഉപയോഗിച്ചത്. ഈ വാഹനത്തിൽ തന്നെയാണ് കൊല നടക്കുന്നതും. വാഹനത്തിന്റെ പ്ലാറ്റ്ഫോമിൽ രക്തക്കറ ഉണ്ട്. കൃത്യത്തിനു ശേഷം വാഹനം കഴുകി തെളിവ് നശിപ്പിക്കാൻ പ്രതികൾ ശ്രമിച്ചു. തുടർന്ന് സുഹൃത്തിന് വാഹനം മടക്കി നൽകിയെങ്കിലും താക്കോൽ നൽകിയില്ല. വണ്ടി ഒന്നരാവോ ആശുപത്രി പോകാനാണ് ഞാൻ ചോദിച്ചു. നിങ്ങളുടെ വണ്ടി എന്ന് ചോദിച്ചു പറഞ്ഞു പിക്കപ്പും വിങ്ങർ മാത്രമേ ഉള്ളൂ, അതിപ്പോൾ വണ്ടി ഓടിക്കാൻ പറ്റാത്ത കണ്ടീഷനാണ്, അതുകൊണ്ടാന്ന് പറഞ്ഞു. അപ്പം ഒരു വണ്ടി വീട്ടിൽ കിടപ്പുണ്ട്, എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു. എടുത്തുകൊണ്ട് പോയി. എൻ്റെ വ്യാഴാഴ്ച രാവിലെ ഒരു 9 മണിയത്തേനും രാവിലെ 8 കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചു, വണ്ടി കൊണ്ടാത്തനാന്ന് ചോദിച്ചു. അപ്പോൾ 9 മണിയത്തിന് ഇപ്പോൾ കൊണ്ടാന്ന് പറഞ്ഞു. 9 മണിയത്തിന് വണ്ടി കൊണ്ടിട്ടും പോയി. സാധാരണ ഇങ്ങനെ വണ്ടി മേടിച്ചോണ്ട് പോകാറ് ആദ്യമായിട്ട് എടുത്തുകൊണ്ട് പോകുന്നു. പിന്നെ വിളിച്ചപ്പോൾ ജോമോന്റെ ഫോൺ ഓഫാണ്. കൃത്യം നടക്കുമ്പോൾ ജോമോനാണ് വാഹനം ഓടിച്ചിരുന്നത്. കേസിലെ 3-4 പ്രതികളായ ആഷിഖ് ജോൺസണും മുഹമ്മദ് അസ്ലമുമാണ് ബിജുവിനെ മർദ്ദിച്ചത്. ഡ്രൈവിംഗ് സീറ്റിലിരുന്ന ജോമോനും ബിജുവിനെ ഇടിച്ചു. കൊല്ലപ്പെട്ട വ്യാപാരി ബിജുവിന്റെ സ്കൂട്ടർ കൊച്ചിയിൽ നിന്ന് കണ്ടെത്തി. കേസിലെ പ്രതിയായ മുഹമ്മദ് അസ്ലവുമായി നടത്തിയ തെളിവെടുപ്പിലാണ് അന്വേഷണ സംഘം സ്കൂട്ടർ കണ്ടെത്തിയത്. തൊടുപുഴയിൽ കൊല്ലപ്പെട്ട വ്യാപാരിയായ ബിജുവിന്റെ സ്കൂട്ടറാണ് എറണാകുളം വൈപ്പിനിൽ നിന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പോലീസ് സംഘത്തോട് പ്രതി പറഞ്ഞത് മറ്റൊരിടത്ത് വൈപ്പിനിലെ മറ്റൊരു സ്ഥലത്ത് സ്കൂട്ടർ ഒളിപ്പിച്ചു എന്നതായിരുന്നു. പക്ഷെ പിന്നീട് പോലീസ് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിലാണ് വൈപ്പിൻ വളപ്പിലുള്ള വീട്ടിലാണ് ഈ സ്കൂട്ടർ കൊണ്ടുവന്ന് വെച്ചതെന്ന് പ്രതി സമ്മതിച്ചത്. തെളിവ് നശിപ്പിക്കുന്നതിന്റെ ഭാഗമായി നശിപ്പിക്കുകയായിരുന്നു പ്രതികൾ ലക്ഷ്യമിട്ടത്. പക്ഷേ പോലീസ് സംഘം സ്കൂട്ടർ കണ്ടെത്തുകയായിരുന്നു. എന്തായാലും ഈ സംഭവത്തിന് പിന്നാലെ മുഹമ്മദ് അസ്ലം അടക്കമുള്ള പ്രതികൾ കൊച്ചിയിലെ തന്നെ മരട് ഭാഗത്തുള്ള ഒരു ലോഡ്ജിൽ മുറിയെടുത്ത് ഒളിയിൽ പോവുകയുമായിരുന്നു. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.